മുല്ലപ്പെരിയാർ ഡാമിന് പകരം തീർച്ചയായും പുതിയൊരു ഡാം വേണം. എന്നാൽ അത് പിണറായിയുടെ അഴിമതിക്കാലം കഴിഞ്ഞു മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇനി എന്റെ ഈ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കേസ് എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ കാലമാണ്. പിണറായി കാലത്താണ് ഡാം പണിയുന്നതെങ്കിൽ അത് ഊരാളുങ്കലായിരിക്കും പണിയുന്നത്, അല്ലേ? ഈ ഊരാളുങ്കൽ പണിത പാലവും റോഡുകളും നമ്മൾ കണ്ടതാണ്. വെറുതെ എന്തിനാ നമ്മള് റിസ്ക് എടുക്കുന്നത്? എന്താ, ശരിയല്ലേ? ചാണകം വിളിയേക്കാൾ നല്ലതല്ലേ അന്തം കമ്മി? അഭിമാനിക്കടോ. ഹൗ, കമ്മികള് സ്വയം ട്രോളി തുടങ്ങിയല്ലോ. കൊള്ളാം. പിന്നെ ഇപ്പോ അന്തം കമ്മി എന്നല്ല, തീട്ടം കമ്മി എന്നാണ് സാധാരണ ജനങ്ങൾ അവരെ അഭിസംബോധന ചെയ്യാറ്. എന്തായാലും അടിമക്കമ്മികൾക്ക് ഇപ്പോ കുറച്ചൊക്കെ പുരോഗമനം ഒക്കെ ഉണ്ട്. എന്തായാലും സന്തോഷം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തലതൊട്ടപ്പന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങള് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഘോരം പ്രസംഗിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും മാത്രമേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുകയുള്ളൂ. അല്ലാത്ത അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോ ഞങ്ങൾക്ക് ഇന്നോവ വിടേണ്ടി വരും. മനസ്സിലായോ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തതുപോലെ ഇലക്ട്രോണിക് വെയിങ് മെഷീനും മോദി ഹാക്ക് ചെയ്തതുകൊണ്ട് ഒളിമ്പിക്സിൽ പഴയ ത്രാസ് തന്നെ വീണ്ടും കൊണ്ടുവരണം എന്നാണ് ഞമ്മന്റെ ആവശ്യം. ഈ ഫാസിസ്റ്റ് മോദി ഒരു ഹാക്കറാണോ എന്നാണ് ഇപ്പോ ഞമ്മന്റെ പ്രധാന സംശയം. എന്തായാലും മോദി രാജിവെക്കുക. കഴിഞ്ഞ ദിവസം സഖാവ് ആനി രാജ അമ്മച്ചിയെ ഡൽഹിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം നമ്മളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞു കാണും. ഇനി അറിയാത്തവർക്കായി അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. 14,000 കിലോമീറ്റർ അകലുള്ള പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമരാഭാസം. അതിന്റെ പേരിലാണ് സഖാവ് ആനി രാജയെ പോലീസ് തൂക്കിയത്. ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,000 കിലോമീറ്റർ അകലെയുള്ള പാലസ്തീൻ ജനതയെ അമ്മച്ചി കണ്ടു. എന്നാൽ തൊട്ടയലത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളൊന്നും അമ്മച്ചി കണ്ടതുമില്ല. പൊതുവെ സഖാക്കളുടെ ഒരു പ്രത്യേകതയാണ് ഇത്. ദൂരെയുള്ളത് ആദ്യം കാണും, അടുത്തുള്ളത് കാണുകയും ഇല്ല. ഇതിനൊരു പ്രധാന കാരണം അങ്ങ് ദൂരെ പാലസ്തീനിൽ കൊല്ലപ്പെടുന്നത് ഞമ്മന്റെ ആളുകളും ഇവിടെ ബംഗ്ലാദേശിൽ കൊല്ലുന്നത് ഞമ്മന്റെ ആളുകളും. അതാണ് വ്യത്യാസം. ഇവിടെ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും സഖാക്കൾ കാണുകയും അറിയുകയും ചെയ്യും. എന്നാൽ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ അറിയുക പോലുമില്ല. ഇനി അറിഞ്ഞാൽ തന്നെ കണ്ട ഭാവം നടിക്കുകയുമില്ല. ഇതിന്റെ പേരാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് മതേതരത്വം പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ: കമ്മിയെ നമ്പിയാൽ അവസാനം ഊമ്പാവ ആമ്പൽ ആമ്പൽ. ശുഭദിനം. കേരളം മുഴുവൻ എടുത്താൽ നമുക്ക് ഒത്തിരി പാലങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അഴിമതിയില്ലാത്ത ഒരേ ഒരു പാലം മാത്രമേ ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കൂ. ആ റെക്കോർഡ് സൈന്യം വയനാട് നിർമ്മിച്ച ബെയിലി പാലത്തിന് സ്വന്തം. അമ്മാവന്റെയും മരുമോന്റെയും ഫ്ലെക്സ് ഇല്ലാത്ത ഒരേ ഒരു കേരളത്തിലെ പാലം എന്ന റെക്കോർഡും ഈ പാലത്തിന് തന്നെ. എന്താ, ശരിയല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണം, അഖിൽ മാരാർക്കെതിരെ കേസ്. കേരളം എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. പണ്ടൊക്കെ അന്തം കമ്മികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഘോരം പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പിടിച്ച് അകത്തിടുകയും ചെയ്യും. സ്വയം കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ ഒരാൾ പ്രതിരോധം തീർത്താൽ അതിനെതിരെ കേസെടുക്കുന്ന നാടായി മാറിയിരിക്കുന്നു നമ്മളുടെ നമ്പർ 1 കേരളം. കൊള്ള സംഘങ്ങളുടെ സ്വന്തം നമ്പർ 1 കേരളം. ഇങ്ങനൊരു സംഭവം നടന്നത് കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു പുകില്. ഫാസിസം എന്നും അവന്റെയൊക്കെ അമ്മയുടെ 16 എന്നും പറഞ്ഞ് കുറെ അന്തം കമ്മികൾ കിടന്ന് മെഴുകിയേനെ. അല്ല അന്തങ്ങളെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മാരാർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസം വേറൊരു ചെകുത്താൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനെതിരെ കേസുകൾ വല്ലതും. ദുരന്തഭൂമിയിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മുഹമ്മദ് റിയാസ്.
ഇത് തന്നെയാണ് സാറേ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത്. വെറുതെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഒരു വലിയ ഷൂവും ഇട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനാണ്? നിങ്ങളുടെ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് പോലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായേക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് ഞങ്ങൾ 100% യോജിക്കുന്നു. നിങ്ങൾ തന്നെ അതാദ്യം പാലിച്ചു കാണിക്കുക. ശുഭദിനം. ദുരിതാശ്വാസ നിധിയിലേക്ക് വീണ വിജയൻ 5 കോടി നൽകിയെന്ന് പ്രചരിപ്പിക്കുന്ന കാർഡ് വ്യാജം. അല്ലെങ്കിലും ഇവൾക്കും അച്ഛനും കക്കാനും മുക്കാനും മാത്രമല്ലേ അറിയൂ. ആരെയും സഹായിച്ചും സാന്ത്വനിപ്പിച്ചും ശീലമില്ലല്ലോ. ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന അച്ഛനും മകളും, രക്ഷസും ഡ്രാക്കുളയും. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർക്ക് വിലക്ക്. ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും മേപ്പാടി സന്ദർശിക്കരുത്. ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവെക്കരുത്. ഇങ്ങനെയുള്ള തിട്ടൂരമിടാൻ ഇയാൾ ആരാ? സത്യത്തെ മറച്ചുവെക്കാൻ എന്ത് തന്തയില്ലായ്മയും കാണിക്കാം എന്നാണോ? തെറ്റുപറ്റിയത് മറച്ചുവെക്കാൻ സത്യം പറയുന്നവരെ അകറ്റി നിർത്തണം. നിങ്ങൾ കുറെ മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ, അനുഭവിച്ചോ? ബെയിലി പാലം നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. രാപ്പകലില്ലാതെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഏറെ കഠിനാധ്വാനം ചെയ്താണ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇത് കണ്ടാൽ തോന്നും മുഹമ്മദ് റിയാസും ഡിവൈഎഫ്ഐയും ചേർന്നിട്ടാണ് പാലം നിർമ്മിക്കുന്നതെന്ന്. ഇന്ത്യൻ ആർമി എന്ന് പറയാൻ ഈ ഫ്ലക്സ് രാജാവിന് പറ്റില്ല. ആ ക്രെഡിറ്റും ഞമ്മക്ക് തന്നെ വേണേ. എന്നാലല്ലേ ബെയിലി പാലം നിർമ്മിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യങ്ങൾ എന്ന ഫ്ലെക്സ് വെക്കാൻ പറ്റൂ. ഒരു കടുകുമണിയോളം പോലും നാണമില്ലാത്തവൻ. അതാണ് മുഹമ്മദ് റിയാസ്. ഓഗസ്റ്റ് 7 ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശഭക്തി ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിന്റെ അനുസ്മരണ ദിനം. ഈ 2 രാജ്യങ്ങളും ടാഗോറിന്റെ അനുസ്മരണ ദിനം ആഘോഷിച്ചു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതികളായിരുന്നു എന്ന് മാത്രം. നമ്മുടെ ഭാരതത്തിൽ ആഘോഷിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് ടാഗോറിനെ അനുസ്മരിച്ച രീതി ഇങ്ങനെയും. സമാധാനം അല്പം കൂടിപ്പോയാലും കുഴപ്പമാണ്. ശുഭദിനം. പെണ്ണിനെ താലി കെട്ടുന്നതിന് പകരം എന്തുകൊണ്ട് ആണിനെ താലി കെട്ടിക്കൂടാ? കല്യാണമേ കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം പെണ്ണുങ്ങൾ എടുത്താൽ തീരാവുന്ന അഹങ്കാരമേ ആണുങ്ങൾക്കുള്ളൂ. കേരളത്തിൽ വളരെ പ്രശസ്തയാണ് എന്ന് അവകാശപ്പെടുന്ന രഞ്ജിനി ഹരിദാസിന്റെ 2 പ്രസ്താവനകളാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞവയോട് നിങ്ങളുടെ അഭിപ്രായവും കാഴ്ചപ്പാടും എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ദളിതരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും സംരക്ഷകരും തലതൊട്ടപ്പന്മാരുമായി കടന്നുവരുന്ന ഒരു പ്രത്യേക സമാധാനക്കാരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ബംഗ്ലാദേശ് നമുക്കും ഒരു പാഠമാണ്. 1921 ഇവിടെ നടന്നത് എന്താണോ അത് തന്നെയാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നതും. സേവ് ഗാസ, സേവ് പാലസ്തീൻ എന്ന് പറഞ്ഞു വന്ന ഒരൊറ്റ എണ്ണത്തിനെയും ഇന്ന് സേവ് ബംഗ്ലാദേശ്, സേവ് ധാക്ക എന്ന് പറഞ്ഞു വരുന്നതായി നമ്മളാരും കണ്ടില്ല. ബംഗ്ലാദേശിൽ സമാധാനം പൂത്തുലയുന്നത് കൊണ്ടാവും. ബംഗ്ലാദേശിൽ സമാധാനം കൂടിപ്പോയത് കൊണ്ടാവും. വേൾഡ് പീസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മുകളിലായിരുന്നു ബംഗ്ലാദേശിന്റെ സ്ഥാനം. എന്തായാലും സമാധാനം കൂടിപ്പോയാലും കുഴപ്പമാണെന്ന് മനസ്സിലായി. ഇതൊരു തിരിച്ചറിവാകട്ടെ. ബംഗ്ലാദേശ് ഒരു പാഠമാകട്ടെ. ശുഭദിനം.